അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സങ്കീർത്തനങ്ങൾ 17:5. എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു, എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ചില ആളുകളൊക്കെ അതിശയകരമായ രീതിയിൽ വഴുക്കുള്ള മുനകളുള്ള പാറക്കൂട്ടങ്ങളിലേക്ക് ഏന്തി വലിഞ്ഞ് ഉരുമി ഉരഞ്ഞ് കയറുന്ന ചിത്രങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ വീഡിയോകൾ ഇഷ്ടംപോലെ പല രീതിയിൽ ഇറങ്ങുന്ന കാലമാണല്ലോ, കണ്ടിട്ടുണ്ട്, അതിശയിച്ചിട്ടുണ്ട്. സിനിമകളിൽ പിന്നെ പറയണ്ട, അസംഭവ്യമായ കാര്യങ്ങൾ സംഭവ തുല്യമായി മനുഷ്യ മനസ്സുകളിലേക്ക് എറിയുന്ന ഒരു രംഗമാണല്ലോ സിനിമ. അവിടെ കിടക്കട്ടെ. കടൽ തീരത്ത് ഒരുക്കി പോയപ്പോൾ കണ്ടത് ചില ഓർക്കാണ്. കുറേ മനുഷ്യർ മുൻപ് നടന്നു പോയ വലിയ വലിയ പാദമുദ്രകളിലേക്ക് കുഞ്ഞു കുട്ടികൾ അവരുടെ കാലിങ്ങനെ വെച്ച് കാല് വെച്ച് പോകുന്ന കാഴ്ച. അങ്ങനെ ദൂരങ്ങളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ അവരെ പിടിച്ച് അവരെ കൂട്ടം നിർത്തി പോകുമ്പോൾ അവരുടെ ആ പ്രയാണം തീരാണ്. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ സങ്കീർത്തകൻ പറയുക, അങ്ങയുടെ ആ വഴികളിൽ, പാതയിൽ എൻ്റെ കാലടികൾ അങ്ങയുടെ വഴികളിൽ തന്നെ പതിഞ്ഞു. വേറൊരു വഴിയില്ലേ. ചില ആളുകളെ ചിലർ ഞെരുക്കി ഞെക്കി ഇനിയൊരു തുള്ളി പോലും ചത്തട്ടും ഞെക്കും. കൊന്നോനെ കൊല്ലലടാന്ന് പറയണ പോലെ കൊല്ലും. എന്നിട്ടിങ്ങനെ ആഹ്ലാദിക്കും, ഞാൻ ഭയങ്കര ശക്തനാണ്, എനിക്കെല്ലാത്തിനും സാധിക്കും, ഞാൻ വിചാരിച്ചാലെല്ലാം നടക്കും എന്നൊക്കെ ഇങ്ങനെ അഭിമാനം കൊണ്ട്. അത് ശരിക്കും പിന്നെ ബ്രാക്കറ്റിൽ ദുരഭിമാനമാണ്. കുറച്ച് കാലൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ മൂർച്ചയുള്ള വാളേന്താനുള്ള ഈ മുഷ്ടിബലം കുറച്ച് കഴിയുമ്പോൾ തളരും, എല്ലാവരുടെയും തളരും. എനിക്കൊന്നിനും സാധ്യതയില്ല, എനിക്ക് എങ്ങും ഓടാനില്ല, ഒരു പുതുവഴി വെട്ടാനില്ല, ആരും കൈ പിടിക്കാനില്ല. ആകെയുള്ളത് എൻ്റെ തമ്പുരാൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തിട്ടുള്ള പാതയോരത്തുകൂടെ കുഞ്ഞുകുട്ടി വലിയ മനുഷ്യരുടെ വലിയ പാദമുദ്രകളിൽ കൊച്ചുകാൽ വെച്ചിങ്ങനെ പോകും പോലെ എനിക്ക് അങ്ങനെയുള്ള എൻ്റെ പാദമുദ്രകൾ, എൻ്റെ കാലടികൾ അങ്ങയുടെ വഴിയിൽ തന്നെ പതിഞ്ഞു. വേറെ എങ്ങും എനിക്ക് വെക്കാനില്ല. എവിടെ നോക്കിയാലും കെട്ടി അടച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് പോകണ്ട, നീ ഇങ്ങോട്ട് നീങ്ങണ്ട, നീ എങ്ങോട്ട് പോയാലും നിന്നെ ഞാൻ വിലക്കും, നിന്നെ ഞാൻ ഇല്ലാണ്ടാക്കും, നിന്നെ ഞാൻ കൊണ്ടുപോയി ഗുഹയിലെറിയും എന്നൊക്കെ പറയുന്ന ആ ആക്ടിവിറ്റീസ്, ആക്ട്സ് ഓഫ് ക്രൂവൽറ്റി ദുഷ്ടൻ്റെ മനസ്സിൽ നിന്നാണ് വരിക. എ ക്രൂവൽ മാൻ, നീദർ എ മാൻ നോർ എൻ ആനിമൽ എന്നൊക്കെ പറയുന്നൊരു മൈൻഡുണ്ട്. മനുഷ്യരൂപങ്ങളുടെ ഉള്ളിലുള്ളതാണ് ചില ഭാവങ്ങൾ. അങ്ങനെ കൊണ്ടെറിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഞാൻ ഗുഹയിലിരുന്ന് അഴുകി തീർന്നില്ലേ, നടക്കുക, ഞാൻ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ? എൻ്റെ തമ്പുരാൻ്റെ പാദമുദ്രകൾ തപ്പിത്തെരഞ്ഞ് അവിടെ എൻ്റെ കാല് വെച്ച് വഴുക്കാതെ, വഴുതി വീഴാൻ. അവിടുന്ന് എന്നെ തോളിൽ ചായിച്ച് അവിടുത്തെ നെഞ്ചോടൊട്ടിച്ചു വെച്ച്, എങ്ങും പോകല്ലേ, വിഷമത്തിൻ്റെ വൃത്തങ്ങളിൽ നീയിങ്ങനെ നൃത്തമാടുന്ന കാലയളവിൽ, എവിടേക്ക് കൈനീട്ടിയാലും തട്ടി നീക്കുന്നൊരു കാലയളവിൽ തമ്പുരാനോട് ഒട്ടി നിൽക്കുക. അവിടുന്ന് ചവിട്ടി നീങ്ങിയ വഴി. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല പൂമെത്ത മുല്ലപ്പൂവിന് ദളങ്ങൾ എറിഞ്ഞ് ചെണ്ടുമല്ലി എറിഞ്ഞ് അല്ല, കൂർത്ത മുനയുള്ള പാന്തപാദം എന്ന് പറയും. കല്ലിൽ തട്ടി ചോരയൊഴുകുന്ന പാദങ്ങൾ,
കർത്താവ് അങ്ങനെയാണല്ലോ പോയത്. എടുക്കാഭാരമുള്ള കുരിശെടുത്തിട്ട് അവൻ്റെ പിന്നാലെയുള്ള ഈ ശക്തി ചോരാത്ത, എത്ര വാർന്നൊഴുകി ചോര പോയാലും ഞാൻ കാൽവരി വരെ പിടിച്ചു നിൽക്കും, ക്രൂരൻ്റെ ആണികൾ എൻ്റെ കൈകളിൽ പതിച്ച് കാലുകൾ ബന്ധിക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്ക് ഞാൻ രക്ഷയ്ക്കായി ഉയർത്തപ്പെടണമെന്ന് മനുഷ്യപുത്രൻ കരുതി നടന്നതുപോലെ ഞാനും നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദൈവ വഴിയേ ആണോ, ദൈവത്തിൻ്റെ പാദമുദ്രകളുള്ള വഴിയേ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു നാളിൽ നടന്നു വേച്ചു മൂക്കുകുത്തി വീഴുമെന്ന് കരുതുന്ന സമൂഹം കരുതുന്ന, അങ്ങനെ അയച്ചവൻ കരുതുന്ന സമയത്ത് ഒരു കരം എങ്ങനെ വരും, ബലമുള്ള കരം. അതെൻ്റെ കർത്താവിൻ്റെ ആയിരിക്കും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.